ഇന്നേ വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സും ഉണ്ട്. ഇതുണ്ടാക്കാനായിട്ട് ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലത്തെ പോളകളൊക്കെ എടുത്ത് കളയണം. ആ വെള്ള നിറം ആവുമ്പോഴാണ് നമ്മൾ അരിഞ്ഞെടുക്കുക. ഇനി ഇത് വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത വാഴക്കൂമ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. ഇതിന് നല്ല കറ ഉണ്ടാവും. ആ കറയൊക്കെ പോയി കിട്ടാനാണ്. ഇനി ഇത് ഒന്നുകൂടെ കഴുകി വെള്ളം കൂട്ടിയെടുത്തതാണ്. ഇതിന് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട്, കുറച്ച് വെള്ളമേ ചേർക്കാൻ പാടുള്ളൂ. ഓൾറെഡി ഈ വാഴക്കൂമ്പിൽ കുറച്ച് ഈർപ്പുണ്ടാവും. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെള്ളമൊക്കെ വറ്റി വാഴക്കൂമ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാം. വറുത്തിടാനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ ഇത് അരിയാണ്, നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി. അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. ഗ്യാസ് നല്ല തീയിൽ തന്നെ വെക്കണം. ഈ അരി നല്ല പൊരിയൊക്കെ പോലെ പൊട്ടി വരണം. അല്ലെങ്കിൽ ഈ അരി അതിൽ കിടന്നിട്ട് നല്ല ഉറപ്പായിട്ടിരിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വറ്റൽമുളക് ചേർക്കാം. അത് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നാളികേരം ചിരകിയതാണ്. അതുകൂടെ ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നാളികേരത്തിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കളർ മാറി വരുമ്പോൾ വേവിച്ച് വെച്ച വാഴക്കൂമ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വാഴക്കൂമ്പ് തോരൻ റെഡിയായി. ഇനി ഇത് സെർവ് ചെയ്യണ ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.